ചക്കക്കുരു കൊണ്ട് ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തൊരു കിടിലൻ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യും. നല്ല വരിക്ക ചക്കയുടെ ചുള പറിച്ചെടുത്ത് അതിന് കുരു മാറ്റിയെടുത്തിട്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് നമ്മൾ ഉണക്കാൻ വെക്കണം. ചക്കക്കുരുകളുടെ വെള്ളത്തൊലി കളഞ്ഞ് മൺചട്ടിയിലിട്ട് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ ചക്കക്കുരുകളെ നമുക്ക് ചുട്ടെടുക്കാം. നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല പോലെ ചൂടായി കഴിയും. അത് ആ ചക്കക്കുരുവിൻ്റെ ബ്രൗൺ തൊലി ഇങ്ങനെ പൊട്ടണ പോലെ തോന്നും. അതാണ് അതിൻ്റെ പാകം. ഈ ചക്കക്കുരുകൾ ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഒരു 5 കഷ്ണം ശർക്കര കത്തി കൊണ്ട് ചിരകിയെടുക്കാം. ഒരു അരമുറി തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പീരിയും ചിരകി വെച്ച ശർക്കരയും കൂടെ ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കാം. രണ്ട് നല്ലപോലെ ചേർന്ന ശേഷം ആ പൊടിച്ച ചക്കക്കുരു ഇല്ലേ അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ആ തേങ്ങാപ്പീരിയും ശർക്കരയും ആ ചക്കക്കുരു പൊടിച്ചതും കൂടെ നല്ല പോലെ കുഴയ്ക്കണം. ഇത് മൂന്നും നല്ലപോലെ കുഴച്ചതിന് ശേഷം നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കില്ലേ അവലോസുണ്ടയും അരിയുണ്ടയും അതുപോലെ നല്ലപോലെ കുഴച്ച് ചെറിയ ചെറിയ ഉണ്ടകളാക്കി മാറ്റി വയ്ക്കാം. ഇതിന് ഇംഗ്ലീഷ് ചക്കക്കുരു ക്യാൻഡി എന്നാണെങ്കിൽ പറയാം. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന അണ്ടിയുണ്ടയില്ലേ നട്ട്സിൻ്റെ ഉണ്ട, അതേ ടേസ്റ്റ്, അതേ ടെക്സ്ചറും അതേ ഫീലുമാണ്. ഇത് വളരെ റെയറായിട്ടാണ് ആൾക്കാർ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കി ഞാൻ കേട്ടിട്ടുള്ളത്. ഇതെൻ്റെ അങ്കിള് പറഞ്ഞൊരു ഐഡിയ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചക്കക്കുരു ഉണ്ടാന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ കുറച്ച് ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.